അപ്പൊ ഇന്നലെ അമ്മായി ഇട്ട റീലും ഫോട്ടോസും ഒക്കെ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഓടിപ്പോയിട്ട് അവിടെ പോയി സ്റ്റേഷനിൽ പോയിരുന്നൊരു ഫോട്ടോ ഇടുക, സ്റ്റേഷനിൽ പോയിരുന്നൊരു റീൽസ് ഇടുക, ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഭയപ്പെടുത്തുക. അമ്മായി ബാക്കി കൂടെ പണിയണ പണികളും അമ്മായി ചെയ്യുന്ന തെറ്റുകളും പ്രത്യക്ഷത്തിൽ അമ്മായി ചെയ്യുന്ന തെറ്റുകളും ഒന്നും തെറ്റല്ല. അമ്മായി അത് ഒരിക്കലും തെറ്റാണെന്ന് അംഗീകരിക്കൂല. ഈ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോ നമ്മളെ പേപ്പിടി കാണിക്കാനായിട്ട് ഓടിപ്പോയി അവിടെ ഇരുന്ന് ഒരു ഫോട്ടോ ഇടാ, അവിടെ ഇരുന്ന് ഒരു റീൽസ് ഇടാ. ഇട്ടോ, ധൈര്യമായിട്ട് ഇട്ടോ. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങോട്ട് ചെയ്യ്, ഞാനൊന്ന് കാണട്ടെ. അതിനു മുമ്പ് ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പൊ അതിനൊന്നും മറുപടി കിട്ടിയില്ല. അതിന്റെ മറുപടിക്ക് പകരമായിട്ടാണ് ഈ വക അഭ്യാസങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ചുണയുള്ള പെണ്ണാണെങ്കിൽ അതിനും മറുപടി പറയും. ഒരു 15 അമ്മമാരെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഇട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു റീൽസ് ഇട്ട് നീ കാണിക്ക്. അപ്പൊ ഞാൻ നിന്നെ പെണ്ണാണെന്ന് അംഗീകരിക്കാം. എന്താ നീ അതിന് മറുപടി പറയുന്നില്ല? നീ പറയണം, എപ്പോഴും ഓൺ പോയിന്റിന്റെ പേര് നീ എടുത്തെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയണം. കാരണം എന്താണെന്നറിയോ? 3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനല് വെറും 15,000 ഫോളോവേഴ്സ് ഉള്ള മറ്റൊരു ചാനലിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ ആ ചാനലിനെ ഭയന്നിട്ട് തന്നെയാണ് ഈ പേപ്പിടികൾ കാണിക്കുന്നത്. അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എടി, ചോദ്യത്തെ നേരിടാനുള്ള ചങ്കൂറ്റം വേണം. അല്ലാതെ പോയിട്ട് അടീകൊട പണിയല്ല ചെയ്യണത്. നേർക്ക് നേരെ നിന്ന് ചോദ്യങ്ങളെ നേരിട്ട് അതിന് മറുപടി പറയാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ നീ നിർത്തിപ്പോടി ഈ പരിപാടി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇന്നലെ ഒരാളുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരിട്ടതാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോ ഇവരോട് ഞാൻ അതിന് മറുപടി പറയാണ്. ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കാമപ്രാന്തിനോ സെക്സിനോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നത്. സൗന്ദര്യമുള്ള ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പണമുള്ള ആളെ കാണുമ്പോൾ ഉടനെ തന്നെ അവരുടെ കൂടെ പോവലല്ല എൻ്റെ പരിപാടി. അതായത് എനിക്ക് എൻ്റെ കുടുംബത്തിനോട് എൻ്റെ ഭർത്താവിനോട് ഒരു കടമയുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലാണ് കുടുംബജീവിതം മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും. അത് മറ്റുള്ളവർക്കുടെ മേലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നീ പറഞ്ഞു പാർട്ടിക്കാരിടപെടില്ലെന്നു വിചാരിച്ചോ എന്ന് പറഞ്ഞ് നീ ഒരു കമന്റ് ഇട്ടു. പക്ഷെ ഏത് പാർട്ടിക്കാരാടി ഈ ചീഞ്ഞ കാര്യത്തിൽ ഇടപെടുക? നാണോ മാനമുള്ള ഒരാളും ഈ ഒരു കാര്യത്തിൽ ഇടപെടില്ല. കാരണം പാർട്ടിയെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. നീ നുണ പറഞ്ഞ് ഇല്ലാത്ത ചാറ്റി ഉണ്ടെന്നും പറഞ്ഞ് ഇത്ര വർഷമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചു. ഇതിലേത് പാർട്ടിക്കാരാണ് ഇടപെടുക? നീ അതൊന്ന് പറഞ്ഞു തരണം. ഈ സത്യങ്ങളുടെ ചോദ്യം മുനമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ഇത്തരം കൂതറ പരിപാടികൾ കാണിക്കുകയല്ല വേണ്ടത്. നീ ധൈര്യമായിട്ട് നേരിട്. നീ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്യുക. എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇത്ര ലക്ഷം പേരുള്ള ഈ ഫേസ്ബുക്ക് പേജില് ഇവളെ പറ്റി അറിയോ, ഇവളുടെ ഡീറ്റെയിൽ തരാനായിട്ട് ഇൻബോക്സിൽ വരിക എന്നൊക്കെ പറയുന്നത് എത്ര ക്രിമിനൽ കുറ്റമാണെന്ന് നിനക്കറിയാമോ? നിനക്കറിയില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാധാരണ പിടികിട്ടാ പുള്ളികളെ പിടിക്കാനായിട്ട് പോലീസുകാർ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാറുണ്ട്. ആ ഒരു സംഭവമാണ് ഇപ്പൊ നീ ചെയ്തിരിക്കുന്നത്. നീ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് നീ അറിയുന്നില്ല. ലാസ്റ്റ് ഇതൊക്കെ വരുമ്പോ നീ പ്രതിയാവാതിരുന്നാ മതി. അത്രയ്ക്ക് കാര്യങ്ങൾ നീ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും നമ്മുടെ അടുത്തുണ്ട്. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? നനയണ വരെ കുളിരുള്ളൂ, അത് കഴിഞ്ഞാൽ കുളിരില്ല. അതങ്ങോട്ട് മനസ്സിലാക്കിക്കോ. നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് നീ അവിടെ ഇരുന്ന് ഈ ഓലപ്പാമ്പ് കാണിക്കുന്നത്. നീ നേരിട്ട് പറ. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ നിന്നെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തോളാൻ പറഞ്ഞല്ല. നീ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത. നീ എന്താ അതിന് മറുപടി പറയാത്തത്? ആ ഒരു ചോദ്യം ചോദിക്കുമ്പോ നീ ഓടിപ്പോയിട്ട് സ്റ്റേഷനിൽ പോയിരുന്നിട്ടുള്ള ഫോട്ടോ ഇട്ട് കാണിക്കല്ല വേണ്ടത്. ഇതിന്റെ പേരിൽ ഇവിടെ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ആരും തൂക്കിക്കൊല്ലാനും പോകുന്നില്ല. അതങ്ങോട്ട് മനസ്സിലാക്കിയാ കൊള്ളാം. 40-44 കേസുള്ള നീ ഇങ്ങനെ പുല്ല് പോലെ ഇറങ്ങി നടന്ന് ഫേസ്ബുക്കിൽ വിലസുമ്പം ഒരു കേസ് പോലും ഇല്ലാത്ത ഞാൻ എന്തിനാടി പേടിക്കണത്? നീ ആദ്യം അതൊന്ന് മനസ്സിലാക്ക്, വിവരം കെട്ട കഴുതേ. പിന്നെ എന്റെ പേര് നീ എപ്പോഴെപ്പോഴും പറയണം. കാര്യം എന്താണെന്നറിയോ? എന്റെ ചോദ്യശരങ്ങൾ താങ്ങാനുള്ള ശക്തി നിനക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ വയലന്റ് ആവുന്നത്. നീ ഇങ്ങനെ എന്റെ നേർക്ക് നേരെ വരാൻ പറ്റാതെ നീ ഇങ്ങനെ അപ്പുറത്തേക്കോടെ ഇപ്പുറത്തേക്കോടെ പോയിട്ട് സ്റ്റേഷനിലേക്ക് ഓടുന്നത് എന്തുകൊണ്ടാ? നിനക്ക് നേരിട്ട് മറുപടി പറയാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ദയാശ്വതിയെയും ഫാസിലിനെയും ഒക്കെ പിറകോട്ട് തള്ളിയിട്ട് നീ ഫസ്റ്റ് എന്റെ പേരായ ഓൺ പോയിന്റ് എന്ന് പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നീ മറുപടി പറയ്. ഞാൻ ചോദിച്ചത് ഇല്ലാത്തതാണെങ്കിൽ നീ മറുപടി പറയാത്തത് എന്ത്? ഒറ്റ തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ
ഇതിന് മറുപടി പറയും. എന്നിട്ട് നീ പേപ്പടി കാണിക്ക്. അതിനു മുമ്പ് ഈ ചോദ്യം ദയും ചോദിച്ചിട്ടുണ്ട്, നീ അവിടെയും മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ് ഇങ്ങനെ മുങ്ങുന്നത്? എന്തോ നടേ ഇത്? എനിക്ക് അടിക്കൂടെ പണിത് ശീലമില്ല. ഞാൻ ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കും. അതുകൊണ്ടാണ് നീ ഓൺ പോയിന്റിന്റെ പേര് ഫസ്റ്റ് പറയുന്നത്. അത് നീ മനസ്സിലാക്കണം. 3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള നിന്നോട് വെറും 15,000 ഫോളോവേഴ്സ് ഉള്ള ഞാൻ നിന്ന് ചോദിക്കുമ്പോ നീ എന്തിനാണ് ഭയപ്പെട്ടു പോകുന്നത്? ഈ 15,000 ഫോളോവേഴ്സ് ഉള്ള എന്നെ ഭയപ്പെടാൻ മാത്രം കാര്യങ്ങൾ അതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ നീ ഭയപ്പെടുന്നത്? എന്താ ഇപ്പൊ വിഷം തുപ്പാത്തത്? ലൈവിൽ വരുമ്പോ കമന്റിന് മാത്രം മറുപടി പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ശീലാണല്ലോ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കാണുന്നത്. മര്യാദ പഠിച്ചോ? എന്നെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കുക. സ്വയം പാഠം പഠിക്കുക. നീ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് നീ അങ്ങോട്ട് മനസ്സിലാക്കുക. നീ മറ്റുള്ളവരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതും ആക്ഷേപിക്കുന്നതും ഒന്നും ഒരു തെറ്റല്ല. ഒരു തെറ്റും ചെയ്യാത്ത ഈ ഒരു പാവം കുണ്ണുവാവയാണല്ലോ ഈ ഓടിപ്പോയി സ്റ്റേഷനിൽ പോയിട്ട് ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നതെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. വേണ്ടി വന്നാൽ നീ അവിടെ ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം വരെ നടത്തുന്നു. അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പിന്നെ നിന്റെ അഭിനയം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സീരിയലിൽ അഭിനയിക്കാൻ പോയാലും ഇനി എന്താണ് ആൽബത്തിൽ അഭിനയിക്കാൻ പോയാലും ഇതിന്റെയൊക്കെ മുഖത്ത് എത്രമാത്രം ഭാവം വരും, എന്ത് തരം ഭാവം വരും എന്നൊക്കെ നമുക്ക് നല്ല പോലെ അറിയാം. ഇന്നലത്തെ എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. അതിന്റെ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിനക്ക് തരാൻ പറ്റുമെങ്കിൽ നീ തായോ. നിനക്ക് തരാൻ പറ്റില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഓടിപ്പോയിട്ട് പെടപ്പിക്കുന്നത് റീൽസ് ഇട്ടിട്ട്. ഞങ്ങളുടെ മനസ്സ് പെടയ്ക്കുന്നില്ല, നിന്റെ മനസ്സാണ് പെടയ്ക്കുന്നത്. ഈ പെടയ്ക്കുമ്പോഴാണല്ലോ ഞങ്ങളെ പൂട്ടാൻ വേണ്ടിയിട്ട് നീ ഓടുന്നത്. ഓടിപ്പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇരുന്ന് റീൽസ് ഇട്ട് ഞങ്ങളെ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കുലുക്കവും ഇല്ല. നീ ഇനിയും പോണം, ഡെയിലി പോണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ നീ ഒരു വീട് ആ സ്റ്റേഷന്റെ പരിസരത്ത് ആ മുറ്റത്ത് വാടകയ്ക്ക് എടുത്തിട്ട് നീ അവിടെ താമസിക്കണം. കാരണം നിനക്ക് ഇനിയും ഉണ്ടാവുമല്ലോ ഇത്തരം കേസുകൾ. അപ്പൊ അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, പിന്നെ ഈ 44 കേസുകളും നടത്താൻ വേണ്ടിയിട്ട് അവിടെ തന്നെ താമസിക്കണം. അപ്പൊ ഈ പോകുന്ന ആ ഒരു ഓട്ടോറിക്ഷ കാശും ഒക്കെ ലാഭിക്കാലോ. ഒരു വീട് അതിൻ്റെ അടുത്ത് കിട്ടുമെങ്കിൽ നീ എടുത്തിട്ട് അവിടെ താമസിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ആരും ഭയപ്പെടും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ എന്താ 24 മണിക്കൂർ ഈ ലൈവിൽ വന്ന് ചിലക്കുന്നവള് തെളിയിക്കാത്തത്? തെളിയിക്കട്ടെ, വെല്ലുവിളിയല്ലേ, വെല്ലുവിളി സ്വീകരിക്കട്ടെ. അതല്ലേ വേണ്ടത്? അതല്ലേ പെണ്ണത്തം? പെണ്ണിനും ഇല്ലേ ഒരു അന്തസ്? അത് കാണിക്കട്ടെ, അതുണ്ടെന്ന് തെളിയിക്കട്ടെ. അപ്പൊ അമ്മായി അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങോട്ട് ചെയ്യും. ഞങ്ങള് അത് ഏറ്റെടുത്തോളാം, വന്നത് ഞങ്ങള് ഏറ്റെടുത്തോളാം. അപ്പൊ അമ്മായി അതോർത്ത് വിഷമിക്കണ്ട. പോലീസുകാർക്കിടെ പണിയൊന്നും അമ്മായി ഏറ്റെടുക്കാൻ നിൽക്കണ്ട. അവരുടെ പണി ചെയ്യാൻ അവരെ അനുവദിക്കുക. അമ്മായി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. അവരുടെ പണി അവര് ചെയ്യട്ടെ. അമ്മായി എന്തിനെ പെടപ്പിക്കുന്നത്? ചോദ്യങ്ങളെ നേരിടാൻ കഴിവില്ലെങ്കിൽ എന്തിനാടേ വന്നിരുന്ന് കുരയ്ക്കുന്നത്? എന്തോന്നടേ ഇത്? നിർത്തിപ്പൊയ്ക്കൂടെ? സത്യം പറയുകയാണെങ്കിൽ ഇത്ര പേടിത്തൂറിയാവരുത്. ഞങ്ങളൊക്കെ ധൈര്യത്തിൽ നേരിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ഇതുപോലെ കണ്ണി നോക്കി സംസാരിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാർക്കും പറ്റും. ഓടിപ്പോയി സ്റ്റേഷനിൽ പോയി കടലാസ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു റീൽസും ഫോട്ടോസും ഒക്കെ ഇട്ടിട്ട് പേടിപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ ചില്ലറ ചങ്കൂറ്റം പോരാ. ചെയ്തിട്ടില്ലെങ്കിൽ മറുപടി പറഞ്ഞ് കാണിക്ക് തെളിവ് സഹിതം. അതാണ് അന്തസ്, അതാണ് പെണ്ണത്തം. ആണത്തം മാത്രമല്ല, പെണ്ണിനൊരു അന്തസ് ഉണ്ട്. ആ അന്തസ് നീ തെളിയിക്ക്. എന്റെ നേരെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോ ഒരു വ്യക്തിക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ വ്യക്തി സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ വാദിസ്ഥാനത്ത് നിന്ന് ഒരിക്കലും പ്രതിസ്ഥാനത്തേക്ക് പോകരുത് എന്ന് കൂടി ഞാൻ പറയുകയാണ്. പിന്നെ കണ്ണൂർക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കണ്ണൂർ വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഈ വടക്കൻ കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന തെയ്യം, ആ ഒരു ഉത്സവം അല്ലെങ്കിൽ ആ ഒരു പരിപാടി എനിക്ക് കാണാൻ വളരെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി ഡിസംബർ തുടങ്ങി മാർച്ച് മാസം വരെ ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങോട്ട് തെയ്യത്തിന്റെ ഒരു പൂരക്കാലമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ തെയ്യത്തിന്റെ ആ ഒരു എവിടെയൊക്കെ തെയ്യം നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു നോട്ടീസ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് തരിക. കണ്ണൂർക്കാരോടാണ് ഞാൻ പറയുന്നത്. നമുക്ക് തെയ്യം കാണാൻ വളരെ ആഗ്രഹമുണ്ട്. കണ്ണൂർ വരാനും കണ്ണൂർ തലശ്ശേരി ബിരിയാണി കഴിക്കാനും നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇതൊന്നും ഇവിടെ ചെലവാവത്തില്ല മോളെ.
ഞങ്ങൾക്ക് ഈ മിണ്ടുന്നതിനും പറയുന്നതിനും ഒക്കെ ഓടി സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഫോട്ടോ ഇടുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൊടുത്താൽ കൊടുത്തത് തന്നെയാണ്. ചിലപ്പോൾ അത് പറഞ്ഞൊന്നും വരില്ല. അത് ചിലപ്പം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും അമ്മായി അറിയുക. അല്ലാതെ ഞങ്ങൾ ഇതാ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്ന് ഫോട്ടോസോ റീൽസോ ഒന്നും ചെയ്യത്തില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം അത് ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങളൊരു മെസ്സഞ്ചർ ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് ചെയ്തോ. അപ്പം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള മെസ്സഞ്ചർ ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ചാറ്റ് ചെയ്യുന്ന വിവരങ്ങൾ അമ്മായിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അമ്മായി ഒരു കാര്യം ചെയ്യും, ആ വിവരങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് ഒരു ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ചില്ലിട്ട് ഫ്രെയിം ചെയ്തിട്ട് പൂജാമുറിയിൽ വെച്ചിട്ട് ഡെയിലി ഒരു നിലവിളക്കും ചന്ദനത്തിരിയും പുഷ്പമൊക്കെ ഇട്ടിട്ട് ഡെയിലി അങ്ങോട്ട് പൂജിക്ക്. നിനക്കും വേണമെങ്കിൽ നീ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോ, വാട്സപ്പ് ഗ്രൂപ്പോ മെസ്സഞ്ചർ ഗ്രൂപ്പോ എന്ത് വേണമെങ്കിലും നിനക്ക് ഉണ്ടാക്കാം. പക്ഷെ ഒറ്റ വീഡിയോ ഇടുന്ന വീഡിയോ ക്രിയേറ്റേഴ്സും ബ്ലോഗർമാരും യൂട്യൂബർമാരും നിന്റെ കൂടെ കൂടത്തില്ല. അത് 101% ഉറപ്പ്. പിന്നെ കുറെ ചാണകങ്ങൾ കൂടും. അത് പിന്നെ എന്തായാലും ചാണകത്തിന്റെ കൂടെയല്ലേ ചാണകം കൂടുള്ളൂ. അല്ലാതെ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്ന പോലെ ചാണകം തൊട്ടാൽ ചാണകമേ നാറൂ. ചാണകം തൊട്ടാൽ ചാണകം നാറും. ചന്ദനം ചാരിയാൽ എന്താ ഉണ്ടാവുക? ചന്ദനത്തിന്റെ ആ നല്ല സുഗന്ധം ആയിരിക്കും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് കേട്ടിട്ടില്ലേ? അതേ ഉണ്ടാവാൻ പോണത്. അപ്പൊ അമ്മായി ധൈര്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പോ മെസ്സഞ്ചർ ഗ്രൂപ്പോ എന്ത് വേണേലും ഉണ്ടാക്കിക്കോട്ടാ. പിന്നെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ അതിൽ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ചില്ലിട്ട് ഒന്ന് പൂജിച്ചോളൂ. നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടേ പൂജിച്ചോട്ടാ. അപ്പൊ തൽക്കാലത്തേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ചെയ്യാനുള്ള ടോപ്പിക്കുമായിട്ട് ഇനിയും വരണം, ഇനിയും പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ വരണം. എനിക്കും അടുത്ത വീഡിയോ ചെയ്യാനുള്ളതാണ്. അതായത് അവനവൻ കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാൽ എന്ന് പറഞ്ഞ പോലെ അടുത്ത കുഴിയും കുഴിച്ചുകൊണ്ട് ഓടി വായോട്ട. ഇതിന് മറുപടി പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു മുമ്പ് വീഡിയോയിൽ ചോദിച്ച ചോദ്യത്തിന് അമ്മായി മറുപടി പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് അമ്മായി പതിയെ എസ്കേപ്പ് ആയിട്ട് ന്യൂട്രൽ അടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനും കൂടി ഒന്ന് മറുപടി പറയാൻ ശ്രമിക്കണേ. എന്നിട്ട് രണ്ടാമത്തെ ഈ വീഡിയോയ്ക്ക് മറുപടി പറഞ്ഞാൽ മതി. ഇതിന് മറുപടി പറഞ്ഞാലാണ് എനിക്കും അടുത്ത മറുപടി ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ പോട്ടെ. അതിൻ്റെ ഇടയിൽ അമ്മായിക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങോട്ട് ഉണ്ടാക്ക്. ഞാനൊന്ന് കാണട്ടെ അമ്മായിയുടെ ചങ്കൂറ്റം. അപ്പൊ കാണാം.